സിനിമയിൽ നടന്മാരെല്ലാം മാസും വേറെ ലെവലും ഒക്കെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ അതുകൊണ്ടൊക്കെ നിരവധി ആരോപണങ്ങൾ അവർക്ക് നേരിടേണ്ടതായും വരാറുണ്ട്. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ആൾ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ. തന്റെ കരിയർ വളരെ കഷ്ടപ്പെട്ട് പൊക്കിയെടുത്തു കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം. അതിന്റെ ഓവർ കോൺഫിഡൻസ് മാത്രമല്ല, കുറച്ച് വിവരക്കേടും അദ്ദേഹത്തിനുണ്ട്. മുൻപ് മഹിമ നമ്പ്യാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഉണ്ണിയെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ സെറ്റിലെ ഏതൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനിടയാവുകയും അപ്പോൾ മഹിമ പ്രായത്തിൽ മുതിർന്ന ആളായിട്ട് പോലും ആ വ്യക്തിയെ പേര് മാത്രം പറഞ്ഞ് സംസാരിച്ചു എന്നും പറഞ്ഞതിന്റെ പേരിൽ ഉണ്ണി ഫോൺ കട്ട് ചെയ്തു എന്നു. മറ്റൊരിക്കൽ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൾ ഉണ്ണിയുടെ ബിഗ് ഫാൻ ആയിരുന്നത്രേ. MBBS പഠിക്കുന്ന ആ കുട്ടി ഉണ്ണി വിവാഹം കഴിക്കാൻ വരെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഉണ്ണിയുമായി ഒരിക്കൽ സംസാരിക്കാൻ ഇടയായതുകൊണ്ട് തന്നെ ആ കുട്ടി തന്റെ ഇഷ്ടം ഉപേക്ഷിച്ചു പോലും. അന്നൊക്കെ അത് കേട്ട് അതൊക്കെ അയാളുടെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ എന്ന് പറഞ്ഞ ആളുകൾ ചിരിച്ചു തള്ളി. മാത്രമല്ല, ഉണ്ണി മുകുന്ദൻ എന്ത് കാണിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന ചിന്തയിൽ തന്നെയായിരുന്നു സിനിമ പ്രേക്ഷകരെല്ലാം. കാലം പിന്നെയും കടന്നുപോയി. ഉണ്ണി മുകുന്ദന് കൂടുതൽ സിനിമ ലഭിക്കുകയും മാളികപ്പുറം, മാർക്കോ എന്നീ 2 സിനിമകളിലൂടെ ആളുകൾക്കിടയിൽ വലിയ ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ വഞ്ചി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെ എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ തന്റെ മാനേജറെ മർദ്ദിച്ചെന്ന പേരിൽ ഒരു പോലീസ് കേസാണ് ഉണ്ണിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണി മുകുന്ദൻ കരണത്തടിച്ചു, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, അസഭ്യം പറഞ്ഞു തുടങ്ങിയ 6 വകുപ്പുകളാണ് ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദനൊപ്പം 6 വർഷമായി പ്രവർത്തിക്കുന്ന വിപിൻ എന്ന ആളാണ് പരാതി നൽകിയത്. ഉണ്ണി രാവിലെ വിളിച്ചു, താമസിക്കുന്ന സ്ഥലത്തു നിന്നും താഴേക്ക് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഈ അടുത്ത കാലത്തായി പുള്ളിക്ക് ധാരാളം ഫ്രസ്ട്രേഷൻ ഉണ്ട്. മാർക്കോയ്ക്ക് ശേഷം നല്ലൊരു പടം കിട്ടിയിട്ടില്ല. ഗെറ്റ്സ് ആൻഡ് ബേബി പരാജയപ്പെട്ടു. സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്നും ഗോകുല മൂവീസ് പിന്മാറി. അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും അദ്ദേഹത്തിനുണ്ട്. അത് കൂടെയുള്ളവരോടാണ് തീർക്കുന്നത്. നരിവേട്ട എന്ന ടോവിനോ സിനിമയെ താൻ പ്രശംസിച്ചത് ഉണ്ണിക്ക് ഇഷ്ടമായില്ല എന്നും അതിന്റെ ദേഷ്യത്തിന് ടോവിനോ നൽകിയ കൂളിംഗ് ഗ്ലാസ് ഉണ്ണി നിലത്തെറിഞ്ഞു ഉടച്ചു എന്നുമാണ് പരാതിക്കാരനായ വിപിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം ഉണ്ണി മുകുന്ദനെതിരെ വിപിൻ ഉയർത്തിയ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഒന്നാമതായി, പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെ ഉണ്ണി മുകുന്ദന്റെ മാനേജറല്ല വിപിൻ. മലയാളത്തിലെ നിരവധി സിനിമകളുടെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടറാണ് വിപിൻ. ഉണ്ണിയെ കൂടാതെ പൃഥ്വിരാജ്, ടോവിനോ തുടങ്ങിയ യുവതാരങ്ങളുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഉണ്ണിയുടെ മാർക്കോയിലെ അടക്കം പ്രൊമോഷൻ ചെയ്തിരുന്നതും വിപിനാണ്. നരിവേട്ട സിനിമയുടെ പ്രൊമോഷന്റെ പേരിലാണ് തർക്കമുണ്ടായതെന്ന ആരോപണത്തിനും കഴമ്പില്ല. കാരണം ടോവിനോയും ഉണ്ണിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ പരാതിയുമായി വിപിൻ പോലീസിനെ സംസാരിച്ച ശേഷവും ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അനാവശ്യമായി തന്റെ പേര് വലിച്ചഴിച്ചു എന്ന വികാരമാണ് ടോവിനോയ്ക്ക് ഈ വിഷയത്തിൽ ഉള്ളതെന്നും അവർ പറയുന്നുണ്ട്. മാർക്കോ സിനിമയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇരുവർക്കുമിടയിൽ തർക്കം ഉടലെടുത്തത്. വിപിനൊപ്പം മറ്റൊരു യുവതിയുമായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ ചെയ്തിരുന്നത്. ഇവർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും നിലനിന്നിരുന്നു. ഇതിനിടെ യുവതിയോട് ഉണ്ണിക്കെതിരെ വിപിൻ ചില മോശം പരാമർശങ്ങളും നടത്തിയിരുന്നു. ഇതിൽ പ്രതികരിച്ച യുവതിയോട് മോശം പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇതേക്കുറിച്ച് ഉണ്ണി വിളിച്ചു ചോദിച്ചപ്പോൾ ആക്ഷേപങ്ങൾ വിപിൻ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം പല കേന്ദ്രങ്ങളിലും ഉണ്ണിക്കെതിരെ വിപിൻ പലതും പറഞ്ഞു നടന്നു. അതുമാത്രമല്ല, ഉണ്ണിക്ക് പണി വരുന്നുണ്ടെന്ന വിധത്തിൽ ഒരു ഫോൺ സന്ദേശവും എത്തി. വിപിനാണ് ഇതിന് ഒരുങ്ങുന്നത് എന്ന് കേട്ടപ്പോൾ ഫോണിൽ വിളിച്ചു ചോദിച്ചെങ്കിലും അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സംവിധായകൻ വിഷ്ണു ഉണ്ണിത്താനോടും ഉണ്ണിയെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞതായി അറിഞ്ഞു. ഇതിനിടെ ഉണ്ണി എറണാകുളത്ത് എത്തിയപ്പോൾ തർക്ക വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിരിക്കവേ വിപിൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു. ഇത് ഊരി സംസാരിക്കണമെന്ന് ഉണ്ണി ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. ഇത് തർക്കങ്ങൾ വഷളാക്കുകയും ചെയ്തു. ഈ സമയത്ത് ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരനായ വിഷ്ണു ഉണ്ണിത്താനും സ്ഥലത്തുണ്ടായിരുന്നു. തർക്കം പിന്നീട് രൂക്ഷമാവുകയും ദേഷ്യത്തിന് വിപിൻ ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഉണ്ണി ഊരിയെടുക്കുകയും ചെയ്തു. ഇതിനിടെ ഗ്ലാസ് താഴെ നിന്ന് പൊട്ടുകയും ചെയ്തു എന്നാണ് ഉണ്ണിയുമായി അടുപ്പമുള്ളവർ പറയുന്നത്. ഈ കൂളിംഗ് ഗ്ലാസ് ടോവിനോ ഗിഫ്റ്റ് നൽകിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉണ്ണി പൊട്ടിച്ചു എന്ന ആരോപണത്തിന് അതുകൊണ്ട് തന്നെ അടിസ്ഥാനമില്ലെന്നുമാണ് വിശദീകരണം. വിപിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് അടിസ്ഥാനം ഇല്ലാത്തതാണ്. ഉറ്റ ചങ്ങാതിമാരായ ടോവിനോയും ഉണ്ണി മുകുന്ദനും തർക്കമെന്ന് വരുത്തി തീർക്കാനാണ് അടിപിടി കേസിന്റെ കഥയുമായി രംഗത്ത് വന്നതെന്നും ഉണ്ണിയുമായി അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ഉണ്ണിയുടെ പൊതുവെയുള്ള സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മാനേജർ കള്ളം പറയാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത്. മാളികപ്പുറം ഇറങ്ങിയതിനു ശേഷം റിവ്യൂ ചെയ്ത ആളിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും അതിനുശേഷം ഇൻഫ്ലുവൻസർ ആ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുമെല്ലാം നമ്മളെല്ലാം കേട്ടതാണ്.
ആ ഓഡിയോയിൽ നിന്നും വളരെ വ്യക്തമാണ് ഉണ്ണി മുകുന്ദന്റെ വ്യക്തിത്വം. സിനിമയിൽ വരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന കാര്യം ഉണ്ണി ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന് നല്ല അഭിനയവും മസിലും മാത്രം പോരാ, കുറച്ച് ബുദ്ധി കൂടി വേണം. എടുത്തുചാട്ടമൊക്കെ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ അതിന്റെ പുറകിൽ ലോജിക് ഒട്ടുമില്ലാതായാൽ എടുത്തുകൊണ്ട് നടക്കുന്നവർ തന്നെ പിടിച്ച് താഴെയിടും. ഇങ്ങനെ പോയാൽ ഉണ്ണി മുകുന്ദനും അത് താമസിയാതെ മനസ്സിലായി.